എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം. യഥാർത്ഥ ദൈവമാര് എന്ന വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഇന്ന് ഇതിന്റെ തുടക്കമായി പ്രധാനപ്പെട്ട 3 മതങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കേൾക്കാം. ക്രിസ്ത്യാനിറ്റി, മുസ്ലിം, ഹിന്ദു എന്നീ മതങ്ങളുടെ അവലോകനം ഞാൻ വിവരിക്കാം. ഇത് കേൾക്കുന്നതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. 3 പാർട്ടുകളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. പാർട്ട് 1 ക്രിസ്തുമതത്തിന്റെ ഒരു അവലോകനം ഇതാ. ഒന്നാമതായി ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. ക്രിസ്ത്യാനികൾ ഏകദൈവത്തെ വിശ്വസിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യക്തികളായി ഒരാൾ നിലനിൽക്കുന്നു. ഏകദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. യേശു ദൈവപുത്രനാണ്. കന്യകയിൽ നിന്ന് ജനിച്ച് പാപരഹിതനായ ജീവിതം നയിച്ചു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അടുത്തൊരു അടിസ്ഥാന വിശ്വാസമാണ് രക്ഷ. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ മരിച്ച യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് രക്ഷ ലഭിക്കുന്നതെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അടുത്തൊരു അടിസ്ഥാന വിശ്വാസമാണ് ത്രിത്വം. ത്രിത്വം എന്നത് ദൈവത്തിന്റെ 3 വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതായത് ഒരാൾ 3 രൂപം എന്നതിനെ സൂചിപ്പിക്കുന്നു. അതിന് മനസ്സിലാകുന്നത് പോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വെള്ളം വെറുതെ വച്ചിരിക്കുമ്പോൾ ലിക്വിഡായും, ഫ്രീസ് ചെയ്യുമ്പോൾ ഹരമായും, ചൂടാകുമ്പോൾ നീരാവിയായും പോകുന്നു. ഈ 3 രൂപവും വെള്ളത്തിന്റെ തന്നെ 3 രൂപങ്ങളാണ്. അടുത്തൊരു അടിസ്ഥാന വിശ്വാസമാണ് ബൈബിൾ. പഴയതും പുതിയതുമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്തുമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. രണ്ടാമത്തെ പോയിന്റാണ് ക്രിസ്ത്യാനികളുടെ പ്രധാന വ്യക്തികൾ ആരെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തേത് യേശു ക്രിസ്തു. ക്രിസ്തുമതത്തിന്റെ കേന്ദ്ര വ്യക്തിത്വമായ യേശുവിനെ ദൈവപുത്രനായും മനുഷ്യരാശിയുടെ രക്ഷകനായും കണക്കാക്കുന്നു. രണ്ടാമത്തെ വ്യക്തി മറിയ. യേശുവിന്റെ അമ്മയായ മറിയയെ പല ക്രിസ്തീയ പാരമ്പര്യങ്ങളിലും കന്യകാ മറിയമായി ബഹുമാനിക്കുന്നു. മൂന്നാമത്തെ വ്യക്തികൾ അപ്പോസ്തലന്മാരാണ്. യേശുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം അവന്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിച്ച യേശുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളായിരുന്നു അപ്പോസ്തലന്മാർ. നാലാമത്തെ വ്യക്തികളാണ് പ്രവാചകന്മാർ. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ തുടങ്ങിയ പ്രവാചകന്മാർ പഴയ നിയമത്തിലെ പ്രധാന വ്യക്തികളാണ്. മൂന്നാമത്തെ പോയിന്റായി ക്രിസ്തുമതത്തിലെ പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാം? 1. കത്തോലിക്ക മതം. പോപ്പും റോമൻ കത്തോലിക്ക സഭയും നയിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗം. രണ്ടാമത്തേത് പ്രൊട്ടസ്റ്റന്റ് മതം. ലൂതറനിസം, കാൽവിനിസം, ആംഗ്ലിക്കനിസം തുടങ്ങിയ നവീകരണത്തിൽ നിന്ന് ഉയർന്നു വന്ന നിരവധി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വിശാലമായ പദം. മൂന്നാമത്തേത് കിഴക്കൻ ഓർത്തഡോക്സ്. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൽ ഉത്ഭവിച്ച ഒരു പാരമ്പര്യം സംബന്ധമായ ആരാധന ക്രമങ്ങളും വ്യതിരിക്തമായ ദൈവശാസ്ത്രത്തിനും പേരുകേട്ടതാണ്. നാലാമത്തെ വിഭാഗമാണ് സുവിശേഷവൽക്കരണം. വ്യക്തിപരമായ പരിവർത്തനം, സുവിശേഷീകരണം, ബൈബിൾ അധികാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനം. നാലാമത്തെ പോയിന്റാണ് ക്രിസ്ത്യാനികളുടെ പ്രധാന ആചാരങ്ങൾ. ഒന്നാമത്തേത് ആരാധന. ആരാധന ശുശ്രൂഷകൾക്കായി ക്രിസ്ത്യാനികൾ ഒത്തുകൂടുന്നു. അതിൽ സാധാരണയായി പ്രാർത്ഥന, ഗാനാലാപനം, പ്രസംഗം എന്നിവ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് പ്രാർത്ഥന. ക്രിസ്തുമതത്തിലെ ഒരു അടിസ്ഥാന ആചാരമാണ് പ്രാർത്ഥന. നിരവധി ക്രിസ്ത്യാനികൾ ദിവസവും പ്രാർത്ഥിക്കുകയോ സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നു. മൂന്നാമതായി കൂദാശകൾ. പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും സ്നാനം, യൂക്കറിസ്റ്റ് അതായത് കൂട്ടായ്മ പോലുള്ള കൂദാശകൾ ആചരിക്കുന്നു. നാലാമത്തെ ഒരു ആചാരമാണ് മിഷണറി പ്രവർത്തനം. നിരവധി ക്രിസ്ത്യാനികൾ മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. സുവിശേഷം പ്രചരിപ്പിക്കുന്നു. ലോകമെമ്പാടുള്ള സമൂഹങ്ങളെ സേവിക്കുന്നു. അഞ്ചാമത്തെ പോയിന്റാണ് ക്രിസ്ത്യാനികളുടെ പ്രധാന ചിഹ്നങ്ങൾ. അതിൽ ഒന്നാമത്തേത് കുരിശ്. യേശുവിന്റെ കുരിശു മരണത്തെയും പുനരുത്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന ക്രിസ്തുമതത്തിന്റെ ഒരു സാർവത്രിക പ്രതീകമാണ് കുരിശ്. രണ്ടാമത്തേത് ഇക്തീസ്. യേശു മത്സ്യം എന്നർത്ഥം. യേശു മത്സ്യം എന്നും അറിയപ്പെടുന്ന ഇക്തീസ് ചിഹ്നം ക്രിസ്തുമതത്തിന്റെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഒരു ചിഹ്നമാണ്. മൂന്നാമത്തെ ചിഹ്നമാണ് ആൽഫയും ഒമേഗയും. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യ അവസാന അക്ഷരങ്ങളായ ആൽഫയും ഒമേഗയും എല്ലാത്തിന്റെയും ആരംഭവും അവസാനവുമായി യേശുവിനെ പ്രതിനിധീകരിക്കുന്നു. ആറാമത്തെ പോയിന്റാണ് ക്രിസ്ത്യാനികളുടെ പാഠങ്ങൾ. ഒന്നാമത്തേത് ബൈബിൾ. പഴയതും പുതിയതുമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്തുമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം. രണ്ടാമത്തേത് വിശ്വാസ പ്രമാണങ്ങൾ. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണം, നിസീൻ വിശ്വാസ പ്രമാണം തുടങ്ങിയ വിശ്വാസ പ്രമാണങ്ങൾ ക്രിസ്തുമതത്തിന്റെ കാതലായ വിശ്വാസങ്ങളെ സംഗ്രഹിക്കുന്നു. മൂന്നാമത്തേത് മതപ്രമാണങ്ങൾ. ക്രിസ്തീയ സിദ്ധാന്തത്തിലും ആചാരത്തിലും മതപ്രമാണങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഏഴാമത്തെ പോയിന്റാണ് ക്രിസ്തുമതത്തിന്റെ ചരിത്രം. ഒന്നാമത്തേത് ആദ്യകാല ക്രിസ്തുമതം. ക്രിസ്തുമതം AD 1-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നു. യേശുവിന്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവ അതിന്റെ കേന്ദ്ര സംഭവങ്ങളായി. രണ്ടാമത്തേത് അപ്പോസ്തോലിക യുഗം. യേശുവിന്റെ പുനരുത്ഥാനം മുതൽ അവസാനത്തെ അപ്പോസ്തോലന്റെ മരണം വരെയുള്ള അപ്പോസ്തോലിക യുഗത്തിൽ മെഡിറ്ററേനിയൻ ലോകമെമ്പാടും ക്രിസ്തുമതം വ്യാപിച്ചു. മൂന്നാമത്തേത് മധ്യകാലഘട്ടം. മധ്യകാലഘട്ടത്തിൽ യൂറോപ്യൻ സമൂഹത്തിൽ ക്രിസ്തുമതം ഒരു പ്രബല ശക്തിയായി മാറി.
ഇതിന് കത്തോലിക്ക സഭ ഒരു കേന്ദ്ര പങ്ക് വഹിച്ചു. നാലാമത്തെ ചരിത്രമാണ് നവീകരണം. 16-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് നവീകരണം പുതിയ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ആവിർഭാവത്തിനും ബൈബിൾ അധികാരത്തിന് പുതുക്കിയ ഊന്നലിനും കാരണമായി. എട്ടാമത്തെയും അവസാനത്തെയും പോയിന്റാണ് ക്രിസ്ത്യാനികളുടെ പ്രധാന അവധി ദിവസങ്ങൾ. ഇതിൽ ഒന്നാമത്തേത് ക്രിസ്മസ്. യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഡിസംബർ 25-ന് ആഘോഷിക്കുന്നു. രണ്ടാമത്തേത് ഈസ്റ്റർ. യേശുവിന്റെ പുനരുത്ഥാനത്തെ അനുസ്മരിച്ച് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലിലെ ഒരു ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. മൂന്നാമത്തേത് ദുഃഖവെള്ളി. യേശുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ഈസ്റ്ററിന് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ദുഃഖവെള്ളി ആഘോഷിക്കുന്നത്. നാലാമത്തേത് നോമ്പ്. ഈസ്റ്ററിന് മുമ്പുള്ള 40 ദിവസത്തെ നോമ്പ് പല ക്രിസ്ത്യാനികളും ഉപവാസത്തിന്റെയും ദാനത്തിന്റെയും ഈസ്റ്ററിനുള്ള തയ്യാറെടുപ്പിന്റെയും സമയമായി ആചരിക്കുന്നു. ഇത് ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള ഒരു ക്രിസ്ത്യ അവലോകനം മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അറിവുകൾ കമന്റായി അറിയിക്കുക. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പാർട്ട് 2-വിൽ മുസ്ലിമിനെ കുറിച്ചുള്ള അവലോകനവുമായി ഉടൻ കാണാം. അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനബിൾ ചെയ്യുന്നതിനോടൊപ്പം വീഡിയോയും ലൈക്ക് ചെയ്യുക.